ഞാൻ രുചിച്ചറിഞ്ഞ ദൈവത്തെയാണ് പ്രസംഗിക്കുന്നത്. കണ്ടറിഞ്ഞവനെയല്ല, കേട്ടറിഞ്ഞവനെയല്ല, വായിച്ചറിഞ്ഞവനെയല്ല, സെമിനാരിയിൽ പഠിപ്പിച്ച് തലയിൽ കുത്തി നിറച്ചു തന്ന ഒരു ദൈവത്തെയല്ല, എന്റെ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞ സത്യത്തെയാണ് ഇപ്പൊ ഞാൻ പ്രസംഗിക്കുന്നത്. ഇതിന്റെ പേരാണ് അറിവ്. ദൈവമക്കളെ, അറിവുള്ളവരാര്? ലോകത്ത് ഒരുപാട് പേർ ഒരുപാട് ജ്ഞാനം സമ്പാദിച്ചു, പക്ഷെ അറിവ് നേടിയിട്ടില്ല. എന്തേ കാര്യം? അച്ഛന്റെ സംഭവങ്ങൾ പറയാം. നോക്കണം പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ വളരെ പ്രഗത്ഭനായ ഒരു കാർഡിയോളജിസ്റ്റ്, ആയിരക്കണക്കിന് രോഗികളുടെ ഹൃദയം കയ്യിലിട്ട് അമ്മാനമാടിയ ഒരു കാർഡിയോളജിസ്റ്റ്, വിദേശത്ത് പോയി ഡിഗ്രികളെടുത്ത ഒരു കാർഡിയോളജിസ്റ്റ്, ചെറുപ്പകാലത്ത് തന്നെ പ്രശസ്തനായി തീർന്ന ഒരു കാർഡിയോളജിസ്റ്റ്. ദൈവമക്കളെ, ആ മനുഷ്യൻ ഒരു അത്ഭുത ഡോക്ടറാണ്. രോഗി അയാളുടെ ടേബിളിൽ വരുമ്പോൾ ഒരു ശ്വാസം ബാക്കിയുണ്ടെങ്കിൽ ആ രോഗി അയാൾ തട്ടിയിടിപ്പിക്കും. അത്രമാത്രം ശക്തനായ ഒരു കാർഡിയോളജിസ്റ്റ്. അദ്ദേഹത്തിന് സബോർഡിനേറ്റേഴ്സ് ആയിട്ട് ഒരു 10-12 ഡോക്ടേഴ്സ് എപ്പോഴും കൂടെ കാണും. ഇയാൾ ഏത് രീതിയിലാണ് രോഗിയെ കൈകാര്യം ചെയ്യുന്നത്. അത്ര പ്രഗത്ഭനായ ഒരു കാർഡിയോളജിസ്റ്റ് 47-ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്തു. ആർക്കും ഒരു കുസലുമില്ല, അടിയത്തങ്ങിപ്പോട്ടെ. ഇത്രയും പ്രഗത്ഭനായ ഒരു ഡോക്ടർ 47-ാമത്തെ വയസ്സിൽ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു? അതറിയണ്ടേ? അറിയണം. 47-ാമത്തെ വയസ്സിൽ ഈ പ്രഗത്ഭനായ ഡോക്ടർക്ക് ഒരു പനി ബാധിച്ചു. എന്തൊക്കെ മെഡിസിൻ എടുത്തിട്ടും പനി മാറുന്നില്ല. വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടേറി വരികയാ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അയാളുടെ ബ്ലഡ് കൾച്ചർ ചെയ്തു. അവസാനം കൂടെയുള്ള ഡോക്ടേഴ്സ് ഞെട്ടിപ്പിക്കുന്ന വൃത്താന്തം കണ്ടെത്തി. ഈ അതിപ്രഗത്ഭനായ ഡോക്ടറുടെ ബ്ലഡ് HIV പോസിറ്റീവാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഞെട്ടേണ്ടതായ ഒരു രോഗം. എങ്ങനെ പറയും? പറയാതിരിക്കും. പക്ഷെ മെഡിക്കൽ ഫീൽഡിലെ ശാസ്ത്രമനുസരിച്ച് രോഗിയോട് രോഗവിവരം കൃത്യമായിട്ട് പറയണം. ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ ഡയഗ്നോസ് ചെയ്തിട്ട് എന്ത് ഉത്തരം കിട്ടി? എന്റെ രോഗം എന്താ? ഡോക്ടർ, ഞങ്ങളത് എങ്ങനെ പറയും? പറയാൻ പാടില്ലാത്ത എന്തുവാണ്? നോ, അതെന്നോട് പറയുക, ഞാനൊരു ഡോക്ടറല്ലേ, നിങ്ങളെക്കാൾ എനിക്ക് ആ കാര്യത്തിൽ കരുത്തുണ്ടല്ലോ. അവസാനം ചില ഡോക്ടേഴ്സ് പറഞ്ഞു, സാർ താങ്കളുടെ ബ്ലഡ് HIV പോസിറ്റീവ്. യെസ് ഡോക്ടർ, HIV പോസിറ്റീവ്. നോ പ്രോബ്ലം. എത്രയോ രോഗികൾ. രണ്ടാമത്തേത് രക്തം. ഒരു പക്ഷേ ഡോക്ടർക്ക് ഒരു HIV പേഷ്യന്റിനെ ശുശ്രൂഷിക്കുമ്പോൾ മുറിവിലൂടെ രക്തത്തിലൂടെ കയറിയതാകാം. എങ്ങനെയായാലും ഇയാളൊരു പേഷ്യന്റ് ആയിപ്പോയി. ദൈവമക്കളെ, ഡോക്ടർ ഒട്ടും അപ്സെറ്റ് ആയില്ല എന്ന് മറ്റു ഡോക്ടേഴ്സ് കണ്ടു. അവർ അത്ഭുതപ്പെട്ടു. ഡോക്ടർ എത്ര സമർത്ഥമായി അതിന് നേരിടുന്നു. അദ്ദേഹം പറഞ്ഞു, ലക്ഷക്കണക്കിന് HIV ബാധിതരുണ്ട് ലോകത്ത്, കൂട്ടത്തിൽ ഞാനും. സാരമില്ല, നമുക്ക് മുൻപോട്ട് പോകാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, മറ്റു ഡോക്ടേഴ്സിനെയും പ്രിയപ്പെട്ടവരെയും പുറത്തു നിർത്തി ഞാനൊന്ന് റിലാക്സ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു വാതിലടച്ച ഡോക്ടർ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വാതിൽ തുറക്കാതെ വന്നിട്ട് ശക്തിയോടെ വാതിൽ ഹേമിച്ച് ബലാത്കാരത്തിൽ തുറന്നു നോക്കുമ്പോ ഒരു കുപ്പിയിൽ നിന്ന് സിറിഞ്ചിൽ വിഷം വലിച്ചെടുത്ത് സ്വന്തം സിരയിൽ കുത്തിവെച്ച് ഡോക്ടർ സൂയിസൈഡ് ചെയ്തു. 47-ാമത്തെ വയസ്സ്. ഈ ഡോക്ടർ ലോകപ്രകാരം വലിയ ജ്ഞാനം സമ്പാദിച്ചവന്, അമേരിക്കയിലും ലണ്ടനിലും പോയി ഡിഗ്രി എടുത്തവന്. പക്ഷെ അറിയേണ്ടവനെ ജീവിതത്തിൽ ഒരിക്കലും അറിഞ്ഞില്ല. സത്യദൈവത്തെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും രുചിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ഈ ആത്മഹത്യയിൽ അത് അവസാനിക്കയില്ലായിരുന്നു. യെസ്, തിരിച്ചറിവുണ്ടാകണം. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ ജ്ഞാനമാകുന്നത്. ഇവിടെ ഇരിക്കുന്ന പലർക്കും ഒരുപാട് ഡിഗ്രികളും വിവരവുമുണ്ട്. പക്ഷെ ദൈവത്തെ അറിയാമോ? നിന്റെ ജീവദാതാവായ പരിശുദ്ധ സത്യത്തെ നീ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നീ ജ്ഞാനിയല്ല, നീ മൂഢനാണ്. ദൈവമക്കളെ, ഈ നമ്മുടെ കേരളത്തില് തൃശൂർ ജില്ലയില് മണ്ണൂത്തിയില് ഒരു ധ്യാനകേന്ദ്രമുണ്ട്, കത്തോലിക്ക സഭയുടെ വക, ജെറുസലേം ധ്യാനകേന്ദ്രം. ആ ധ്യാനകേന്ദ്രത്തിൽ 2 വർഷം മുമ്പ് വളരെ ദാരുണമായ ഒരു സംഭവം ഉണ്ടായി. ആ ധ്യാനകേന്ദ്രത്തിൽ പാട്ടുപാടുന്ന ഒരു ചെറുപ്പക്കാരൻ, സുന്ദരൻ മിടുക്കൻ, അവന് ഗാനഗന്ധർവൻ യേശുദാസിന്റെ സ്വരമാധുരിയെ തോൽപ്പിക്കുന്ന മധുര ശബ്ദം കൊടുത്തു തമ്പുരാൻ. ഈ കുട്ടി അവന്റെ വിരലുകൾ ഓർഗനിൽ ഓടിച്ച് മൈക്കിന് മുമ്പിൽ നിന്ന് പാടുമ്പോൾ മണൽത്തരികൾ വരെ നൃത്തം ചെയ്യും. അവന്റെ കൂടെ പാടി ആരാധിച്ചിട്ട് ഒരുപാട് പേർക്ക് ഹീലിംഗ് കിട്ടി. ക്യാൻസർ ബാധിച്ച രോഗികൾ അവന്റെ കൂടെ പാടി 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 പാട്ടിന്റെ ക്ലൈമാക്സിൽ നിലംപൊട്ട് പറന്നു. ദൈവമക്കളെ, അവരുടെ ശരീരത്തിലെ ക്യാൻസറിന്റെ അവസാനത്തെ അണുക്കളും ഈ ആരാധനയുടെ ക്ലൈമാക്സിൽ സൗഖ്യപ്പെട്ടുപോയി. എത്രയോ പേർ സാക്ഷ്യം പറഞ്ഞു. പലരും പറഞ്ഞു, മോനെ നീ പാടുമ്പോ ഞങ്ങൾ ഭൂമിയിലല്ല സ്വർഗത്തില, നീ മാലാഖമാരെക്കാൾ ഉന്നതമായി പാടുന്നവന്. 10 കൊല്ലം തികച്ചും ആ കുട്ടി ഈ ധ്യാനകേന്ദ്രത്തിൽ പാടി. എത്ര മനോഹരം, മധുരം. 10ാം കൊല്ലം, ഈ 2.5 കൊല്ലം മുമ്പ് അവന് തൊണ്ടയ്ക്ക് വല്ലാത്തൊരു വേദന. തൊണ്ടയ്ക്ക് വേദന വന്നവൻ ആശുപത്രിയിൽ പോയി ഡോക്ടർ ടോർച്ചടിച്ച് പരിശോധിച്ചു, സ്വെല്ലിംഗ് ഉണ്ട്. അപ്പോൾ ടോൺസിലൈറ്റിസ്. ഡോക്ടർ അവന് മെഡിസിൻ കൊടുത്തു. പക്ഷെ 1 ആഴ്ച 2 ആഴ്ച ആന്റിബയോട്ടിക് ഒക്കെ റിജക്ട് ആവുന്നു. അവന്റെ തൊണ്ടയിലെ പ്രശ്നം മാറുന്നില്ല. അപ്പൊ ഡോക്ടേഴ്സിന് ആശങ്കയായി വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു. ദൈവമക്കളെ, അവന്റെ തൊണ്ടയിലെ വിദഗ്ധ പരിശോധന റിസൾട്ട് ഞെട്ടിപ്പിക്കുകയായിരുന്നു. ത്രോൺ ക്യാൻസർ. മധുര ഗായകന് ത്രോൺ ക്യാൻസർ. പിന്നെ ഡോക്ടേഴ്സ് ആകെ അമ്പരന്നു. എങ്ങനെ പറയും? പറയാതിരിക്കുക. അവസാനം പറഞ്ഞു, പറയാം. 2 ഡോക്ടേഴ്സ് അടുത്തടുത്തിരിക്കുന്നു. കുട്ടി എതിർവശത്തിരുത്തി പറഞ്ഞു, മോനെ മാപ്പാക്കണം, ഞങ്ങളൊരു കാര്യം തുറന്നു പറയുകയാ, നിനക്ക് ത്രോൺ ക്യാൻസർ ആണ്.
ഒരു ഓപ്പറേഷൻ ചെയ്യണം. അപ്പൊ ഇതങ്ങ് മാറ്റിക്കളഞ്ഞാൽ പ്രശ്നം തീരും, പിന്നെ ദീർഘകാലം ഇരിക്കാം, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എടുത്ത പകരം ചോദിച്ചു, ഡോക്ടർ എന്റെ ഈ ത്രോണിൽ ഓപ്പറേഷൻ ചെയ്താൽ വോക്കൽ കോഡിന് തകരാറ് വരില്ലേ, പിന്നെ എനിക്ക് പാടാൻ പറ്റുമോ? ആ ഡോക്ടർ പറഞ്ഞു, ഒരുപക്ഷെ പാടാൻ പറ്റിയില്ല എന്ന് വരാം. ഉടനെ മറ്റേ ഡോക്ടർ തിരുത്തി, മോനെ നീ കർത്താവിന് വേണ്ടി പാടുന്ന മധുര ഗായകനല്ലേ, ഒരിക്കലും നിന്റെ ശബ്ദം നിലച്ചു പോകില്ല, ദൈവം നിനക്ക് ശബ്ദം തരും. അങ്ങനെയും സംഭവിച്ചിട്ടുണ്ടല്ലോ. യെസ് ഡോക്ടർ, എന്ന് ഓപ്പറേഷൻ ചെയ്യണം? അങ്ങനെ തിരക്കൊന്നുമില്ല, ഒരാഴ്ച 2 ആഴ്ച, ഞാനൊന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് വരട്ടെ. ഉടനെ എല്ലാവരും അച്ഛന്മാർ അറിഞ്ഞു, കന്യാസ്ത്രീകൾ അറിഞ്ഞു. കാരണം ഇവൻ എല്ലാവർക്കും പ്രിയങ്കരന. അവന്റെ വീട്ടിൽ 3 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിച്ചു. എല്ലാവരും വന്നു, മുട്ടിൽ കിടന്ന് വാവിട്ട് നിലവിളിച്ച് സകലരും ഈ കുട്ടിയുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക തികഞ്ഞ വിശ്വാസത്തോടെ. 1 ദിവസം, 2 ദിവസം, 3-ാം ദിവസം പ്രാർത്ഥന അതിന്റെ ക്ലൈമാക്സിൽ എത്തുമ്പോൾ ഇവൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി ശക്തിയോടെ പ്രാർത്ഥിക്കും, ഞാൻ അല്പനേരം ഒന്ന് വിശ്രമിക്കട്ടെ, ശരീരത്തിന് ഒരു അല്പം പ്രയാസം തോന്നുന്നു. ഇവൻ അകത്ത മുറിയിൽ കടന്ന് വാതിൽ ചാരി. പക്ഷേ അവൻ വാതിൽ കുറ്റിയിട്ടത് ആരും കണ്ടില്ല. ദൈവമക്കളെ, അരമണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് അവൻ പുറത്തു വന്നില്ല. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പുറത്തു വന്നില്ല. എന്തേ വരാത്തതെന്ന് വിചാരിച്ച് മുട്ടി വിളിച്ചിട്ട് മറുപടിയില്ല. അത് 1.5 മണിക്കൂറായിട്ട് റിപ്ലൈ ഇല്ല. അപ്പോൾ ആളുകൾക്ക് ആശങ്കയായി. അവസാനം ബലാത്കാരത്തിലൂടെ ഈ വാതിൽ ചവിട്ടി തുറന്നു നോക്കുമ്പോ ഈ മധുര ഗായകൻ 10 കൊല്ലം കർത്താവിന് വേണ്ടി പാടിയവൻ, അവൻ പാടിയപ്പോൾ കൂടെ പാടിയ ക്യാൻസർ രോഗി ആ പാട്ടിന്റെ ആരാധനയുടെ ക്ലൈമാക്സിൽ സൗഖ്യപ്പെടാൻ ഇടവന്നവൻ ഫാനിൽ തൂങ്ങിച്ചത്ത് നിൽക്കുന്നു. അവൻ 10 കൊല്ലം പാടിയ ദൈവത്തെ അവൻ അറിഞ്ഞില്ല. അറിഞ്ഞെങ്കിൽ അവനത് ചെയ്യില്ലായിരുന്നു. തിരിച്ചറിയണം, ദൈവത്തെ അറിയണം. ഹല്ലേലൂയ. ഈ ദൈവത്തെ അറിയണം പ്രിയപ്പെട്ടവരെ, അതൊരു വല്ലാത്ത ബോധ്യമാണ്. അറിഞ്ഞവനെയാണ് പ്രസംഗിക്കുന്നതെന്ന് അച്ഛൻ പറഞ്ഞല്ലോ. ദൈവത്തെ അറിയണം. യെസ്, എങ്ങനെയെങ്കിലും അറിഞ്ഞാൽ പോരാ. വികലമായ ദർശനമല്ല, ആഴമേറിയ ദർശനം. ഇവിടെ പലർക്കും ദൈവത്തെ കാണാൻ പറ്റിയിട്ടുണ്ട്, പക്ഷെ വികലമായ ദർശനമാണ്. ഞാൻ ഒരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോ ഈ ട്രെയിനിന്റെ ചില്ല് താഴ്ത്തിയിടേണ്ടി വന്നു, ചാറൽ മഴ പെയ്യുമ്പോ. അപ്പോ ദൈവമക്കളെ, ആ ചില്ല് നിറച്ചും പുറത്തുനിന്ന് അടിച്ചു കയറിയതായ ചെളി, മണ്ണ്, ഈ മഴത്തുള്ളികളെല്ലാം കൂടി കാഴ്ച വികലമായി. യെസ്, ഒരു നല്ല കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ കാണുന്ന പൂർണ്ണത ഈ വികലമായ കണ്ണാടിയിലൂടെ കാണുമോ? മനോഹരമായ പ്രകൃതിയെപ്പോലും വികൃതമായി കാണാൻ ഈ കണ്ണാടി ഇടവരുത്തുമെങ്കിൽ നിന്റെ കാഴ്ച വികലമാകരുത്. കർത്താവിനെ നല്ലവണ്ണം കാണണം. ദൈവമക്കളെ, ഇത് ദൈവത്തെ രുചിച്ചറിയാതെ പോയ ആളുകളുടെ കഥ. അടുത്തോ നിങ്ങള്? ദൈവത്തെ രുചിച്ചറിഞ്ഞ ചിലരെയും ഞാൻ കണ്ടു ഈ നാളുകളിൽ എന്റെ യാത്രക്കിടയിൽ. 4 വർഷം മുമ്പ് കേരളത്തിലെ ഒരു പട്ടണത്തിൽ പ്രസംഗിക്കാൻ പോയി. ഇതുപോലെ കുഞ്ഞ് മീറ്റിംഗ് അല്ല, ഒരു വലിയ മീറ്റിംഗ്. 2000 നമ്പേഴ്സ് എന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. ഏറ്റവും അടുത്ത സ്ത്രീകളുടെ ഭാഗത്ത് 1-ാമത്തെ കസേരയിലിരുന്ന ആന്റി, ആ സ്ത്രീ പ്രസംഗം ആസ്വദിക്കുകയായിരുന്നു. ഈ ആസ്വാദകർ 3-4 പേരുണ്ടെങ്കിൽ പിന്നെ പ്രസംഗിക്കാനൊരു സുഖമാണ്. ഈ ആസ്വാദനം എന്ന് പറഞ്ഞാൽ അതൊരു കലയാണ്. അവർ ചിരിക്കേണ്ട കാര്യം പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കും, കരയേണ്ട കാര്യം പറഞ്ഞാൽ കരയും, അമ്പരപ്പിക്കുന്ന കാര്യം പറഞ്ഞാൽ ഇങ്ങനെ പൊങ്ങി ഇങ്ങോട്ട് പോരും, പിടുത്തം പിടുമ്പോ ടീംന്ന് താഴെയിരിക്കും. അതിന്റെ പേരായി ആസ്വാദനം എന്ന് പറയുന്നത്. പക്ഷേ തൊഴുത്തിന്റെ മുമ്പിൽ മനുഷ്യരോട് പറഞ്ഞാലേ ഈ ആസ്വാദനം ഉണ്ടാവുള്ളൂ. തൊഴുത്തിന്റെ മുമ്പിൽ പോയി നിന്ന് പ്രസംഗിച്ച പ്രസംഗം തുടങ്ങുമ്പോ പോത്ത് ഇങ്ങനെ നോക്കും, പ്രസംഗം തീരുമ്പോഴും ഒരു മാറ്റം ഉണ്ടാവില്ല. ഞാൻ ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞു. തൊഴുത്തിനും വീടിനും നടുവിലാ നിപ്പ്. ഇവിടെ ഏതായാലും ഭൂരിപക്ഷവും വീട്ടുവാസികളാണ്, പക്ഷെ തൊഴുത്തുവാസികളും വന്നിട്ടുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും മസിൽ പിടിച്ചിരിക്കുന്നവർ പൊട്ടിപ്പോകുവാന്നാ എന്റെ പേടി. പോകട്ടെ പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീ വലിയൊരു ആസ്വാദകയാണ്. എന്റെ പ്രസംഗത്തെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. ആസ്വാദകരുണ്ടെങ്കിൽ പ്രസംഗത്തിന് വല്ലാത്തൊരൊഴുക്ക. പ്രസംഗം കഴിഞ്ഞ് കസേലിരുന്ന് പോയി ആന്റി ഓടി വന്നു, അച്ഛാ എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായി, ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഇങ്ങനത്തെ ഒരു പ്രസംഗം കേട്ടിട്ടില്ല എന്ന് പറയും. ഞാൻ പറഞ്ഞു, എന്റെ ആന്റി, ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഇങ്ങനത്തെ ഒരു പ്രസംഗം പറഞ്ഞിട്ടുമില്ല. അപ്പൊ ആന്റി പറഞ്ഞു, അച്ഛാ നാളെ ഉച്ചയ്ക്ക് എന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കും. ഞാൻ പറഞ്ഞു, നടക്കില്ല എന്ന് പറഞ്ഞു. അതെന്തേലും ചോദിച്ചു. അത് ഇവിടുത്തെ വികാരി അച്ഛനെ തീരുമാനിക്കുക. അയ്യോ, വികാരി അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അച്ഛനോട് സ്പെഷ്യലായിട്ട് പറഞ്ഞു, വന്നാ കുഴപ്പമില്ല, വന്നേക്കാന്ന് പറഞ്ഞു. പിറ്റേന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഞാനും വികാരി അച്ഛനും കൂടെ അവിടെ കയറി ചെന്നു. ഒരു മർത്തോമാ പള്ളിയിലാണ് ഞാൻ അന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, കയറി ചെന്നു. ഈ ആന്റി വെളുക്ക ചിരിച്ച്, എപ്പോഴും ഭയങ്കര സന്തോഷമാണ് അവർക്ക്. അവരെന്നെ ഹാർദവുമായി സ്വീകരിച്ചു, സെറ്റിയിലിരുത്തി, അപ്പൊ തന്നെ ഭക്ഷണം വിളമ്പി, 10-26 കൂട്ടം കറികളുമായിട്ടൊരു സദ്യ. ഇത് കേട്ടേച്ച് നിങ്ങളൊന്നും അങ്ങനെ സദ്യ ഒരുക്കില്ല. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വന്നപ്പോ തന്നെ ഒന്നും തിന്നാൻ മേലാണ്ടായി. അത് പിന്നെ ഒരു കഥയാ. ദൈവമക്കളെ ഇരിക്കട്ടെ, ഈ സ്ത്രീ എനിക്ക് ഭക്ഷണം വിളമ്പി, ഞാനതെല്ലാം തിന്ന് തൃപ്തിപ്പെട്ടു.
ഭക്ഷണം കഴിഞ്ഞ പാടെ വികാരി അച്ഛൻ പറഞ്ഞു, അച്ഛാ എനിക്കൊരു ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകണം, അച്ഛൻ ഇവിടെ ഇരിക്കുക, ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് സാവധാനം ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അച്ഛൻ അങ്ങ് പോയി. ഞാൻ ഇവിടെ ഇരുന്നു. ആന്റിയും ഭർത്താവും മക്കളും കഴിച്ചിട്ട് വന്നു. ആ സ്ത്രീ വീട്ടിലെല്ലാ കാര്യവും നോക്കുന്നത് അവരാ. ഭർത്താവ് ഇങ്ങനെ മിണ്ടാതിരിക്കും. ആളത്ര മിടുക്കനല്ല എന്ന് പറയരുത്, വളരെ വലിയ മിടുക്കനാണ്. ഞാൻ ഇപ്പൊ പറയാം. ദൈവമക്കളെ, ഈ മനുഷ്യൻ ഇങ്ങനെ മിണ്ടാതെ കുത്തിയിരിക്കുക. അത് കഴിഞ്ഞ് ഇവിടെ ഒരു പായ വിരിച്ചിട്ടിട്ടുണ്ട് ആ വീട്ടില്. ഫുൾ ടൈം ആ പായ വിരിച്ചിട്ടിരിക്കുന്നു, തെറുക്കാറില്ല. ഫുൾ ടൈം ആ വീട്ടിൽ പ്രയർ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ആയുസിൽ ഒരിക്കലും പായ വിരിക്കാറില്ല എന്ന് എനിക്കറിയാം. സന്തോഷം മാത്രമേ ഉള്ളൂ. ദൈവമക്കളെ ഇരിക്കട്ടെ. ഈ പായിൽ വന്നിരുന്നു ആ സ്ത്രീ. ആന്റി നമുക്ക് പ്രാർത്ഥിച്ചാലോ? അച്ഛ ഒരു വിഷയം പറയാനുണ്ട്. എന്താ അത്? അച്ഛന് ഒന്നും തോന്നരുത്. അച്ഛനെ ഞങ്ങൾ സ്വീകരിച്ച് സൽക്കരിച്ച ഈ വീട് ഞങ്ങളുടെ സ്വന്തം വീടല്ല. എന്താ ആന്റി അങ്ങനെ? അച്ഛ ഇത് വാടക വീടാ. ഞങ്ങളിപ്പോ വാടകയ്ക്ക് താമസിക്കുക ഇവിടെ. അച്ഛനിരിക്കുന്ന കസേര, അച്ഛൻ ഭക്ഷണം കഴിച്ച പ്ലേറ്റ്, ഈ വീട്ടിലുള്ള ഒരു ഫർണിച്ചറും എന്റെ സ്വന്തമല്ല, ഉടുതുണി മാത്രം. എന്തെന്റി? അച്ഛോ, ഈ പട്ടണത്തിൽ 12 ഹെക്ടർ ഭൂമി ഉണ്ടായിരുന്നു സ്വന്തമായിട്ട്. കോടീശ്വരന്മാരായി വാണവരാ. 4000 സ്ക്വയർ ഫീറ്റിന്റെ വീട്, 3 നില, 3 ജോലിക്കാർ സ്ഥിര വീട്ടിലുണ്ടായിരുന്നു. ഞാനൊരു കൊച്ചമ്മയായിട്ടൊക്കെ വാണവള. ഇപ്പൊ അച്ഛാ ഞാൻ വാടക വീട്ടിൽ താമസിക്കുക. എന്താ ആന്റി? അതെ, എന്റെ ഭർത്താവ് നല്ല മനുഷ്യനായതുകൊണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മിടുക്കനാണ്. എന്റെ ഭർത്താവ് നല്ല മനുഷ്യനായതുകൊണ്ട് കാര്യമായിട്ട് അങ്ങ് ബിസിനസ് ചെയ്ത് പൊട്ടി. അവസാനം കടം വിട്ടാൻ നിവൃത്തിയില്ലാതെ 12 ഹെക്ടറും വിറ്റു. അവസാനത്തെ സാധനങ്ങളും വിറ്റു. ഇനി ഒന്നും വിൽക്കാൻ ബാക്കിയില്ല. പാത്രം വരെ വിറ്റു. ഇന്ന് ഈ ഗതിയിലായി ആന്റി. അപ്പോ ഈ വീട്, അച്ഛാ ഈ വീടിന് 3000 രൂപ മാസ വാടക. 3 കൊല്ലമായി വീട്ടിൽ താമസിക്കുന്നു. 1 രൂപ ഇന്ന് വരെ വാടക കൊടുത്തിട്ടില്ല. വേണ്ടാന്ന് പറഞ്ഞിട്ടല്ല, കൊടുക്കാനില്ല എന്നിട്ടാ. അപ്പൊ ആന്റി കടമൊക്കെ തീർന്നോ? ഇല്ല അച്ഛാ, എനിക്കൊരു ഇത്തിരി കൂടി കടമുണ്ട്. എത്ര കടമുണ്ട് ആന്റി? വളരെ കുറച്ചേ ഉള്ളൂ. ഇനിയിപ്പോ നിസ്സാരപ്പെട്ട കടമുള്ളൂ. എന്നാലും ആന്റി എത്ര കടം? അത് പറയാൻ മാത്രമില്ല അച്ഛാ, വളരെ കുറച്ചേ ഉള്ളൂ. പറയാൻ ആന്റി ഏതായാലും പ്രാർത്ഥിക്കാൻ പോവല്ലേ. എത്ര കടമുണ്ട്? എന്നത് 1,40,00,000 രൂപ കൂടി ഇനി കടമുണ്ട്. വളരെ നിസ്സാരമായി. 10,000 രൂപ കടമുണ്ടായിട്ട് തൂങ്ങിച്ചാവാൻ കയറ് മേടിക്കാൻ കാശില്ലഞ്ഞിട്ട് കേരളത്തിൽ നിന്ന് പ്രസംഗിക്കാൻ വന്ന അച്ഛൻ തരുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ ചത്തേക്കാന്ന് ഓർത്ത് ചിലരിവിടെ വന്നിട്ടുണ്ട്. കയറ് മേടിക്കാനുള്ള കാശ് അച്ഛൻ തരുമെങ്കിൽ 10,000 രൂപ കടമുണ്ടായിട്ട്, 1,40,00,000 രൂപ കടമുണ്ടായിട്ട് ഈ സ്ത്രീ ചിരിക്കുന്നു. ഞെട്ടിപ്പോയി ഞാൻ. ആന്റി, ഇത്ര വലിയ കടബാധ്യത ജീവിതത്തിൽ നിലനിൽക്കുമ്പോ നിങ്ങൾ എങ്ങനെ ചിരിക്കും? നിങ്ങൾക്ക് എങ്ങനെ ചിരിക്കാൻ പറ്റും? അതോ നിങ്ങൾ ചിരി അഭിനയിക്കുകയാണോ? ഈ സ്ത്രീ അവിടെ എഴുന്നേറ്റ് നിന്ന് നെഞ്ചിൽ 2 തെട്ട് തട്ടിയിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ ആരാന്ന് അച്ഛൻ അറിയാമോ? ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. അച്ഛാ, ഞാൻ സ്വർഗത്തിലെ സമ്പന്നനായ അപ്പച്ചന്റെ മോളാണ് അച്ഛോ. എന്റെ അപ്പൻ സമ്പന്നനായിരിക്കുന്നിടത്തോളം എന്റെ മുഖം വാടില്ലച്ചോ. ഞാൻ ഈ വേദപുസ്തകം ചുമക്കുന്നത് വെറുതെയല്ലച്ചോ. എന്റെ യേശു സമ്പന്നനായ അപ്പച്ചനാണെങ്കിൽ ഞാൻ കരയാൻ പാടില്ല. അതെന്റെ അപ്പന് നാണക്കേടാ. അവൻ എന്റെ കടം വിട്ടു. ആന്റി ഇങ്ങനെ പറഞ്ഞ ദൈവം നൂലെ കെട്ടി ഇറക്കി തരും ആന്റി. എനിക്ക് ഉറപ്പാ, എന്റെ ദൈവം നൂലെ കെട്ടി ഇറക്കി തരും. അതൊരു വിശ്വാസി, ദൈവത്തെ അറിഞ്ഞ ഒരു സ്ത്രീ. ഹല്ലേലൂയ. ഇതിങ്ങനെ പറഞ്ഞിരിക്കെ ഒരു കാർ ഈ വീടിന്റെ പോർച്ചിൽ വന്ന് കൊടുങ്കാറ്റ് വേഗത്തിൽ ചീറി നിന്നു. ആന്റി തട്ടിപ്പടഞ്ഞെഴുന്നേറ്റു. ഞാനും എഴുന്നേറ്റു. ഇതെന്താ സംഭവം എന്നറിയില്ല. ഭയങ്കര ബ്രേക്കായിരുന്നു. കിർന്ന് കേട്ടു. ഈ സ്ത്രീ ഓടിച്ചെന്ന് പുറകെ ഞാനും ചെന്നപ്പോ ഒരു മനുഷ്യൻ കാറിൽ നിന്നിറങ്ങി. അങ്കിളേ വാ ഇരിക്കേ എന്ന് പറഞ്ഞൊരൊറ്റ വിളി. ഈ മനുഷ്യൻ അകത്തേക്ക് കയറി, വലിയൊരു മനുഷ്യൻ. അപ്പൊ ഞാൻ ചോദിച്ചു, ആരും മനസ്സിലായില്ല. അതെ അച്ഛാ, ഇവള് പരിചയപ്പെടുത്താൻ നിന്ന ഇത്ര കോംപ്ലിക്കേഷൻ ഞാൻ തന്നെ അങ്ങ് പരിചയപ്പെടുത്താം. അതെ അച്ഛാ, എന്റെ പേര് ഇന്നതാ. ഞാൻ കഴിഞ്ഞ 3 കൊല്ലമായി ഈ വീട്ടിലെ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും മുടങ്ങാതെ വരും. എന്നും വരും. ഇന്നിപ്പോ 2ാമത്തെ വിസിറ്റായത്. രാവിലെ വന്നിട്ട് പോയതാ. അപ്പൊ അച്ഛൻ വിചാരിക്കും ഞാൻ ഈ വീട്ടിലെ ബന്ധുവായിരിക്കും, എന്തെങ്കിലും സ്വന്തമായിരിക്കും. അല്ല അച്ഛൻ, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല. പിന്നെന്താ വരുന്നതെന്നായിരിക്കും അച്ഛൻ വിചാരിക്കുന്നത്. അച്ഛാ, ഈ ഇരിക്കുന്ന സ്ത്രീയും അവളുടെ ഭർത്താവും കൂടെ എനിക്ക് 40 ലക്ഷം രൂപ തരാനുണ്ട്. വായ്പ കൊടുത്തതാ 40 ലക്ഷം രൂപ. അത് വാങ്ങാനാ ഞാൻ ഈ വരണത്. ആദ്യമൊക്കെ കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പൊ കിട്ടൂല എന്ന് എനിക്ക് ഉറപ്പായി. കാരണം ഇനിയൊന്നും വിൽക്കാൻ ബാക്കിയില്ല. എനിക്ക് നിശ്ചിതത്തെ മനസ്സിലായി. പക്ഷെ ഈ പെണ്ണുണ്ടല്ലോ, ഇവള് വേദവസം നെഞ്ചത്ത് വെച്ചുകൊണ്ട് ഭയങ്കര പ്രസംഗമാണ്. എപ്പോഴും അവള് ഭയങ്കര ഉപദേശിച്ച് എല്ലാ വീട്ടിലും കയറി പ്രാർത്ഥനയെ ആശ്വസിപ്പിക്കില്ല. എന്റെ കാശോട്ട് തരുന്നുമില്ല. എന്നാ എവളെ നാണം കെടുത്തിട്ടുള്ളൂ വിചാരിച്ചു. അച്ഛാ, 6 മാസം മുമ്പ് മുതൽ ഞാനൊരു തീരുമാനം എടുത്തു. എവളോട് 4 തെറി പറയണം. കോളനി പോലെ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. അവൾ അവിടെ വിശുദ്ധിയായിട്ടാണ് വാഴണത്. എന്നാ പിന്നെ ഇവളുടെ ആ സ്വഭാവം 4 പേരെ ഒന്ന് അറിയിക്കണം. 10 തെറി എന്തായാലും പറഞ്ഞിട്ടുള്ളൂ. അച്ഛാ, എനിക്ക് ഈ സ്വഭാവം ഇത് പറഞ്ഞിട്ടുള്ള ശീലമില്ല. അതുകൊണ്ട് ഞാൻ എഴുതി വായിച്ച് പഠിച്ചു. ഇവളോട് 10 തെറി പറയാൻ. കാണാപ്പാടം പഠിച്ചു വെച്ചാ ഇത് മറന്നു പോകാണ്ടിരിക്കാൻ ഞാൻ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ ഇത് ആവർത്തിച്ച് പറഞ്ഞോണ്ട് ഇറങ്ങുമ്പോ മുതൽ പ്രസംഗം തുടങ്ങുന്ന നിർത്താ പറഞ്ഞേ. അച്ഛാ, കാർ അങ്ങ് നിർത്തുമ്പോ അങ്കിളേ എന്നൊരു വിളിയുണ്ട്. പറയാൻ വന്ന സകല തെറി ഞാൻ മറന്നു വെച്ചു. ഇന്ന് അതന്നെ ഉണ്ടായത്.
ബാങ്കളെ ഇരിക്കങ്ങളെ കാപ്പി ചായ പാല് ഹോർലിക്സ്. എന്റെ അച്ഛ ആകെ ടെൻഷനായി. ഞാൻ അകത്ത് കയറിയിരുന്നു. എടി കൊച്ച ഞാൻ പോവാ. അങ്കിളെ പോവല്ലേ, അങ്കിളെ പ്രാർത്ഥിക്കാച്ച. ഈ പായ ഞാൻ 3 കൊല്ലമായിട്ട് കാണുന്നു ഇവിടെ വിരിച്ചിട്ടിരിക്കുക. അവളിവിടെ മുട്ടുകുത്തി എനിക്ക് വേണ്ടി ചങ്കത്തടിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാച്ച. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ എനിക്ക് സമാധാനം. ഞാൻ പോകും. അച്ഛാ എനിക്ക് കിട്ടാനുള്ള 40 ലക്ഷം രൂപയും പ്രാർത്ഥിച്ച് തീരുള്ളൂ എന്നാ തോന്നണേ. എന്നാലും എനിക്ക് പരാതിയില്ല അച്ഛാ. ഈ പെൺകുട്ടി ഇതൊരു അത്ഭുത സൃഷ്ടിയാണ്. സത്യം, ആ സ്ത്രീ ഒരു അത്ഭുത സൃഷ്ടിയാണ്. നിങ്ങൾ പറ, കടബാധ്യയുടെ മധ്യത്തിൽ നീറിപ്പിടഞ്ഞ് ഒളിച്ചോടാനും ആത്മഹത്യ ചെയ്യാനും ഒരുങ്ങുന്ന തലമുറ കർത്താവിനെ അറിഞ്ഞിട്ടുണ്ടോ? കയ്യിരിപ്പ് ദോഷം കൊണ്ട് വന്നതാണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കണം. ഈ സ്ത്രീ പാപം അതിന്റെ ഭർത്താവ് ഉണ്ടാക്കി തീർത്ത കുറ്റമാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങളെ ചെയ്തു. 4 വർഷം പിന്നിടുമ്പോ എന്താണ് ഉണ്ടായത്? ആ സ്ത്രീക്ക് 2 മക്കളാ, ഒരു മോനോ ഒരു മോൾ. ആ മോനോ അമ്മ ഭക്തിയിൽ വളർത്തിയ ഒരു കുട്ടിയാണ്. അവന് എഞ്ചിനീയറിംഗ് പാസ്സാകുന്നതിന് മുമ്പ് ക്യാമ്പസ് ഇന്റർവ്യൂ നടത്തി അവന്റെ സാമർഥ്യം കണ്ടിട്ട് ഒരു അമേരിക്കൻ മൾട്ടി ഇന്റർനാഷണൽ കമ്പനി അവനെ കൊണ്ടുപോയി. അത് ഒരു സായിപ്പിന്റെ കമ്പനിയാണ്. അവൻ അവിടെ ചെന്നു. അവന് കൊടുത്ത സകല ജോലിയും വളരെ പക്വതയോടെ സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കും. 5 മിനിറ്റ് ഫ്രീ കിട്ടിയാൽ അവൻ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കും. രഹസ്യ ക്യാമറയിലൂടെ 6 മാസം തന്റെ എല്ലാ തൊഴിലാളികളെയും സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്ന ഈ ബുദ്ധിമാനായ സായിപ്പ് ഈ കുട്ടിയെ ശരിക്കും കണ്ട് ബോധ്യപ്പെട്ടു. ഇവന്റെ ഈ പ്രാർത്ഥന ജീവിതം കണ്ടിട്ട് വലിയ ആകർഷക തോന്നി. അവനെ വിളിച്ചു, മോനെ, നീ എന്റെ കമ്പനിയിൽ വന്നിട്ട് 6 മാസം തികഞ്ഞു. നിന്നെ ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. ഇതുപോലെ ഇത്ര നല്ല ഒരു ക്യാരക്ടർ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. എന്തേ നീ ഇങ്ങനെ ഇത്ര നന്നായിട്ടൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നീ ഒരുപാട് കരയുന്നുണ്ടല്ലോ. വാട്ട് ഈസ് യുവർ പ്രോബ്ലം? അപ്പൊ അവൻ പറഞ്ഞു, സർ, എനിക്ക് ഇങ്ങനെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. എന്റെ അമ്മ പാവമാണ്. ഇങ്ങനെ ഒരുപാട് കടബാധ്യതയുണ്ട്. എന്റെ അമ്മ എന്നെ എപ്പോഴും ഓർമ്മിപ്പിക്കും, മോനെ നന്നായിട്ട് പ്രാർത്ഥിക്കണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം. എന്റെ മമ്മി എന്നെ പഠിപ്പിച്ച ഒരൊറ്റ കാര്യം, മോനെ എപ്പോഴും 1 മിനിറ്റ് കിട്ടിയാൽ നീ പ്രാർത്ഥിക്കണം. അതാ സാർ ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ മമ്മിയുടെ സങ്കടം ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത്. ഈ മനുഷ്യന്റെ കണ്ണുകൾ നിറഞ്ഞു. മൈ സൺ, നോക്ക്, ഞാൻ മക്കളില്ലാത്തൊരു മനുഷ്യനാണ്. കോടാനുകോടികളുടെ സമ്പത്തുണ്ട് എനിക്ക്. ഞാൻ നിന്നെ ദത്തെടുക്കട്ടെ. ഈ കമ്പനി മുഴുവൻ ഞാൻ നിന്റെ പേരിൽ എഴുതി തരാം. അവൻ പറഞ്ഞു, നോ സാർ, ഞാൻ അനാഥനല്ല. എനിക്ക് അപ്പനുണ്ട്, അമ്മയുണ്ട്. വേറൊരാൾ എന്നെ ദത്തെടുത്ത് കഴിഞ്ഞതാണ്, സ്വർഗത്തിലെ ദൈവം. ഇനി ഒരു ദത്തെടുപ്പ് അത് വേണ്ട. നോ, ഞാനതൊരിക്കലും സമ്മതിക്കില്ല. കുട്ടി, എനിക്ക് നിന്നെ വിടാൻ പറ്റുന്നില്ല. നിന്റെ മമ്മിയുടെ കടബാധ്യത ഞാൻ അങ്ങ് ഏറ്റെടുക്കട്ടെ. നോ സാർ, അത് ഞാൻ എന്റെ അധ്വാനം കൊണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ പണിയെടുത്ത് വിട്ടു. ഈ മനുഷ്യൻ വിട്ടില്ല. 1 കോടി രൂപയുടെ ഒരു ചെക്ക് എഴുതി കുട്ടിയുടെ കയ്യിൽ കൊടുത്തു. നീ നിന്റെ മമ്മിയുടെ കടം വിട്ടാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, നോ സർ, നോ, നീ ഇത് കടം വിട്ട് ഞാനിത് നിനക്ക് തന്ന. നോ സർ, നോ, ഞാൻ എന്റെ ഈ കമ്പനിയിൽ ജോലി ചെയ്ത് ഈ കടം വീട്ടാൻ എന്നെ അനുവദിച്ചാൽ ഞാനിത് സ്വീകരിക്കാം. ഓക്കെ, എന്റെ ആയുസ് മുഴുവൻ ഞാൻ ഈ കമ്പനിക്ക് വേണ്ടി പണിയെടുക്കും സാർ. അവൻ അന്ന് കൊടുക്കുന്ന ശമ്പളം 60,000 റുപ്പീസ്. അവനാ ചെക്കുമായിട്ട് പോയി മമ്മിയുടെ കടം വീട്ടാൻ മമ്മിയെ സഹായിച്ചു. പിറ്റേ ദിവസം രാവിലെ വന്നപ്പോ പുതിയൊരു ഓർഡർ. അവന്റെ 1 മാസത്തെ ശമ്പളം 5 lakhs റുപ്പീസ്. ഇത് കൊടുക്കാൻ അതിന് ഓണർക്ക് റൈറ്റ് ഉണ്ടല്ലോ. അമ്പരപ്പിക്കണം നമ്മളെ ദൈവത്തിന്റെ ഇടപെടൽ. ഹല്ലേലൂയ. ആ കുട്ടിയുടെ അമ്മയുടെ കടബാധ്യതകളെല്ലാം തീർത്തു. അവർ സ്വന്തമായിട്ടൊരു വീട് വാങ്ങി. കഴിഞ്ഞ 2 മാസം മുമ്പ് അവരുടെ വീട്ടിൽ ഞാനൊരു ഉച്ചഭക്ഷണം കഴിച്ചു. ആനന്ദാശ്രുക്കൾ പൊടിഞ്ഞു വീഴുമ്പോ ആ അമ്മ പറഞ്ഞ വാക്ക്, എന്റെ അപ്പൻ സമ്പന്നനാണ്, അവൻ നൂലിൽ കെട്ടി ഇറക്കി തരുമച്ചോ. ഇതിന്റെ പേരാ ഫെയ്ത്ത്, നിഷ്കളങ്കമായ വിശ്വാസം. നീ തകർന്നു വീണു പോകല്ലേ. അറിയണം ഈ ദൈവത്തെ, അവൻ സമ്പന്നനാണ്. അറിഞ്ഞവർക്ക് അവൻ എന്നും കൂട്ടാളിയാണ്. എന്റെ ജീവിതത്തിൽ ഞാനത് രുചിച്ചതാണ്. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര അധികാരത്തോടെ സംസാരിക്കുന്നത്. ആ വീട് വിട്ട് ഇറങ്ങുമ്പോ ഞാൻ വായുവിലൂടെ നടക്കുകയായിരുന്നു. ഞാൻ അന്ന് ജീവിതത്തിൽ അനുഭവിച്ച വല്ലാത്തൊരനുഭൂതി. ഞാനൊരു വിശ്വാസിയെ കണ്ടു. യെസ്, ഞാൻ അവിടെ നിന്നിറങ്ങി നേരെ പോയത് മറ്റൊരു ആന്റിയുടെ വീട്ടിലേക്ക്. വളരെ നിർബന്ധിച്ച് വിളിച്ചിട്ടാണ് ഞാൻ അവിടെ ചെന്നത്. കയറി ചെന്നപ്പോ ഈ ആന്റി പറഞ്ഞു, അച്ഛൻ ഇവിടെ ഇരിക്കുകയേ വേണ്ട. ഞാൻ ചോദിച്ചു, ആന്റി വിളിച്ചു വരുത്തി നാണം കെടുത്തല്ലേ? എനിക്കെന്തോരം ജോലി ഉണ്ടായിരുന്നു, പിന്നെ എന്തിനാ ആന്റി എന്നെ വിളിച്ചു വരുത്തിയത്? അച്ഛാ സോറി, അച്ഛനെ ഞാൻ ഇവിടത്തേക്കല്ല ക്ഷണിച്ചത്. എന്റെ മൂത്ത ബ്രദർ വളരെ സിക്ക് ആൻഡ് സീരിയസ് ആയിട്ടിരിക്കുകയാണ്. അയാൾക്ക് ക്യാൻസറാണ്. റിട്ടയർഡ് സ്കൂൾ അധ്യാപകനാണ്. 2nd 3rd ഒക്കെ കഴിഞ്ഞു. 4th സ്റ്റേജിലാണ്. ഫാദർ ഒന്ന് പ്രാർത്ഥിക്കണം ആൾക്ക് വേണ്ടി, ഒരാശ്വാസത്തിനായി. എവിടെ ആന്റി? അച്ഛാ, മോൻ കാർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചത്, അച്ഛനെ കൊണ്ടുപോകാനാണ്. കയറിക്കോളൂ. ഞാൻ വരുന്നില്ല, എനിക്ക് വേറെ ഒരു പ്രോബ്ലം. ഇപ്പൊ എന്നെ കാണാൻ വേറെ 4 ആൾ വരുന്നു. അച്ഛനോട് പോരാ, ഞാൻ ഇരുന്നതാണ്. മോൻ അച്ഛനെ അവിടെ ഡ്രോപ്പ് ചെയ്യും. അച്ഛാ പ്ലീസ് എന്റെ ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോകണം. എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയെങ്കിൽ കാറിൽ കയറി ഒരു വലിയ ബംഗ്ലാവിന്റെ മുമ്പിൽ ഈ കാറ് നിർത്തി. മോൻ പറഞ്ഞു, അച്ഛാ എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസിൽ പോകണം. അമ്മയും കൈവിട്ടു, മോനും കൈവിട്ടു. ഫാദർ കയറി ചെന്നോളൂ, ഞാൻ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഗേറ്റ് തുറന്നു, അകത്ത് ചെന്നു, കോളിംഗ് ബെൽ അമർത്തി. എന്താ സംഭവിക്കാൻ പോണെന്ന് എനിക്ക് അറിയില്ല. ആ ജാനബാഹുവായ മനുഷ്യന് വാതിൽ നിറച്ചുകൊണ്ട് ആ മനുഷ്യൻ
ഇയാൾ വന്ന വാതിൽ തുറന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഫാദർ പൗലോസ്? യെസ്, ഫാദർ പൗലോസ്. ഓ ഫാദർ, വെൽക്കം വെൽക്കം വെൽക്കം. എന്നെ പിടിച്ചുകൊണ്ട് ഒരു സെറ്റിയിലിരുത്തി ഇയാൾ അടുത്തിരുന്നു. എന്നിട്ട് ഇയാൾ സംഭാഷണം തുടങ്ങി. ഫാദറിന്റെ പേര് പൗലോസ്? യെസ്, പൗലോസ്. വീട് എവിടെയായിരുന്നു? വീട് പറഞ്ഞു. നാട് പറഞ്ഞു. അച്ഛൻ വിവാഹിതനാണോ? അതെ, വിവാഹിതനാണ്. മക്കൾ ഇത്ര പേരുണ്ട്. പേരൊന്ന് പറയാമോ? പേര് പറഞ്ഞു. അമ്മായിയുടെ പേര് പറഞ്ഞു. അപ്പച്ചനും അമ്മച്ചി അവരുടെ പേര് പറഞ്ഞു. അച്ഛന്റെ ജോലിയൊക്കെ എങ്ങനെയാ? നന്നായിരിക്കുന്നു. സുവിശേഷ പേര? ചോദ്യ ശരങ്ങൾ കൊണ്ട് മൂടി. ഉത്തരം പറഞ്ഞ് ഞാൻ വെളിവ് കേട്ടു. ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാൻ എനിക്കൊരു ചാൻസ് കിട്ടിയില്ല. എനിക്ക് എന്നെ കുറിച്ച് അറിയാവുന്നൊരു കാര്യമുണ്ട്. 10 പേര് ഒരുമിച്ച് കൂടിയിരുന്ന 9 പേരെ മിണ്ടാതിരുത്തി ഒറ്റയ്ക്ക് വർത്താനം പറഞ്ഞ കക്ഷിയാണ് ഞാൻ. എനിക്ക് ഈ മനുഷ്യനോട് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാൻ ഒരു ചാൻസ് തന്നില്ല ഇയാള്. 1-2 മിനിറ്റ് അല്ല, 40 മിനിറ്റ് ഈ മനുഷ്യൻ എന്നെ ഒരു പരുവത്തിലാക്കി. അതിന്റെ ഇടയ്ക്ക് മാന്തും. ചില ആൾക്കാരെ അടുത്തിരുന്നാൽ ഒരു സൈഡ് പറിച്ചെടുക്കും. അതൊരു സൈസ് രോഗമാണ്. ചില ആൾക്കാരോട് മിണ്ടാൻ പോയി കഴിഞ്ഞാൽ പരിക്ക് പറ്റുമെന്നുള്ളത് ഉറപ്പാ. ഈ ഞാനൊരു പരുവത്തിലായി. 40 മിനിറ്റ് ഞാൻ അസ്വസ്ഥനായി. അങ്കിൾ പ്ലീസ്, ഞാൻ വന്നത് ഇവിടെ രോഗിയുണ്ട്, രോഗിയെ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാ. എന്റെ അങ്കിളെ, എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. അയ്യോ ഫാദർ, സോറി, ഇവിടെ രോഗിയുണ്ട്. 2nd, 3rd, 4th ഒക്കെ ആയി, അത്യാസര നിലയില്ല. ഫാദർ രോഗിയെ കണ്ട് പ്രാർത്ഥിച്ചപ്പോ ഞാൻ ഫാദറിനെ ഒരു പരുവത്തിലാക്കിയല്ലേ. അച്ഛാ, ഈ നാട്ടുകാർ എനിക്ക് ഓമന പേരിട്ടിരിക്കുന്നത് കോടാലി എന്നാ. ആരെ കിട്ടിയാലും വെട്ടിക്കീറുന്ന ഒരു സ്വഭാവമായ എന്റെ. ഞാനൊരു സൈഡാക്കിയല്ലേ അച്ഛാ, സോറി, ക്ഷമിക്കണം. ആ രോഗിയെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പോകാം. ഞാൻ ചോദിച്ചു, എവിടാ കിടക്കുന്നത്? 1 മിനിറ്റ് നിർത്തിയിട്ട് ഈ മനുഷ്യൻ പറഞ്ഞ, അച്ഛാ രോഗി കിടക്കുമെന്നല്ല, അത് ഞാൻ തന്നെയാ. ഞാൻ അമ്പരപ്പോടെ നോക്കി. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു, ഇയാൾ എന്നെ കളിയാക്കണമല്ലോ കർത്താവ്. അപ്പൊ അയാൾ റെഡി ചെയ്തു. അച്ഛനിപ്പോ മനസ്സിൽ പറഞ്ഞു, ഞാൻ അച്ഛനെ കളിയാക്കാന്നല്ലേ? നോ. ആ പേഷ്യന്റ് ഞാൻ. അങ്കിള്, ഈ 4th സ്റ്റേജിലെത്തിയ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണെന്ന് അറിഞ്ഞിട്ടും താങ്കൾ ചിരിക്കുന്നത് എന്ത്? എന്റെ ചിരിച്ചാലും മരിക്കും, കരഞ്ഞാലും മരിക്കും. എന്നാ പിന്നെ ചിരിച്ചോണ്ടങ്ങ് മരിച്ചുകൂടെ? അതൊരു സുഖമുള്ള സംഗതിയല്ലേ? അമ്പരന്ന് പോയി ഞാൻ. എന്നിട്ട് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് ക്യാൻസർ വരുത്തിയ കർത്താവിന് സ്തോത്രം. അയ്യോ, ജീവിതത്തിൽ ആരും പറയാത്തൊരു വാക്ക് ആ മനുഷ്യനോട് പറഞ്ഞു. അത് താങ്കൾ അങ്ങനെ പറഞ്ഞത്? അച്ചു, ഇടിവെട്ടിയാൽ ആൾക്കാർ മരിക്കും എന്ന് പറയും. കാറ്റുവോ? ഇത് ചെറിയ വെട്ട വരണേ ഉള്ളൂ. ദൈവമക്കളെ, ഇടിവെട്ടിയാൽ ആൾ മരിക്കും. മാനസാന്തരപ്പെടാൻ നേരം കിട്ടുമോ? ചിരി നിർത്ത്. മാനസാന്തരപ്പെടാൻ നേരം കിട്ടുമോ? അതിനു മുമ്പ് കാറ്റ് പോകും. അച്ഛാ, വാഹനം ഇടിക്കുമ്പോ 2 വണ്ടി എതിർ സൈഡിൽ നിന്ന് ഇങ്ങനെ നല്ല സ്പീഡിൽ വരിക. ഒരു ടേണിങ്ങിൽ ഇങ്ങനെ തിരിഞ്ഞിങ്ങോട്ട് വരുമ്പോ ഒരൊറ്റ ക്ലാഷ. ഇപ്പൊ ഞാൻ പൊട്ടിക്കണില്ല, ടിം എന്നൊരൊറ്റ ഇടിയടിച്ചു. അച്ഛാ, മാനസാന്തരപ്പെടാൻ നേരം കിട്ടുമോ? കിട്ടില്ല. ഇപ്പൊ അതൊന്നും വേണ്ട, പനി വന്നാ മതി. 2 തുമ്മലും പനി. ആശുപത്രിയിലോട്ട് നടന്നു പോകുന്നു, ആംബുലൻസിൽ തിരിച്ചു വരുന്നു. മാനസാന്തരപ്പെടാൻ നേരം കിട്ടിയോ? അച്ഛ, ക്യാൻസർ വന്നു, നന്നായി. 6 മാസം നല്ല സുഖം. ഞാൻ ഒരുങ്ങി പ്രാർത്ഥിച്ച് നല്ല ജീവിതത്തിന് തീരുമാനമെടുത്ത് ദൈവവുമായിട്ടൊരു ഉടമ്പടിയൊക്കെ വെച്ച് നല്ല മിടുക്കനായിട്ടിരിക്കുക. നന്നായി. അപ്പോഴേ നമ്മളൊരു ദിവസം മരിക്കില്ലേ? എങ്ങനെ മരിക്കാനാ പ്രാർത്ഥിക്കണ്ടേ? ഇടിവെട്ടിയ മാനസാന്തരപ്പെടാൻ പറ്റില്ല. വണ്ടി ഇടിച്ചാലും മാനസാന്തരം. കഴിഞ്ഞ കൊല്ലം വന്ന പോലെ വലിയ വെള്ളപ്പൊക്കം വന്നാലും മാനസാന്തരപ്പെടാൻ പറ്റണമെന്നില്ല. ക്യാൻസർ വരികയാണെങ്കിൽ സുഖമായിട്ട് ഒരുങ്ങിപ്പോവാ. അങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ചാലോ? ഇന്ന് അന്ന പൊക്കോളണമെന്ന് അപ്പൊ നിങ്ങൾ ചിലർ പറയണത്. ഫ്ലൈറ്റ് ടിക്കറ്റ് എന്തായാലും ഞായറാഴ്ചയുള്ളൂ, അതിനു മുമ്പ് പോവാൻ പറ്റും. അന്ന് പോയില്ലേ? സോറി പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ പറഞ്ഞു, അച്ഛാ, എനിക്ക് ക്യാൻസർ വരുത്തിയ കർത്താവിന് സ്തോത്രം. അപ്പൊ ഞാൻ ഓർത്തു, സുറിയാന സഭയുടെ പിതാക്കന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥന, ദൈവമേ, പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും, ഇടിമിന്നലുകളിൽ നിന്നും, സർപ്പദംശനങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. എന്താ കാരണം? മാനസാന്തരപ്പെടാൻ ചാൻസ് ഉണ്ടാവില്ല. പിതാക്കന്മാരുടെ ദർശനം കറക്റ്റാണ്. എനിക്കത് ബോധ്യപ്പെട്ടു. ഞാൻ ഈ മനുഷ്യന്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി. അങ്കിളെ, പ്രാർത്ഥിക്കാം. നിർത്ത്. അച്ഛൻ എനിക്ക് വേണ്ടി എന്താ പ്രാർത്ഥിക്കാൻ പോണത്? അടുത്ത ചോദ്യം. ഞാൻ പറഞ്ഞു, അങ്കിളിന് വേണ്ടി ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടത്? അച്ചു, എന്റെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. ചു, പിന്നെന്തേ? അച്ഛൻ, ഞാൻ ഒരുങ്ങിയിരിക്കുക. ഇപ്പൊ ഞാൻ ഓൾറെഡി ടിക്കറ്റ് വരെ എടുത്തിരിക്കുക. ഈ രോഗം മാറിയ ഇനി ഞാൻ പാപം ചെയ്താൽ ഇനി എനിക്ക് ഒരുങ്ങാൻ പറ്റാൻ ഞാൻ മരിച്ചുപോയാലോ? അതുകൊണ്ട് അച്ഛന്റെ രോഗം മാറാൻ പ്രാർത്ഥിക്കരുത്. കുഴപ്പം കൂടാതെ, വലിയ വേദനയൊന്നും സഹിക്കാതെ അപ്പുറത്തൊന്ന് കടന്നു കിട്ടാൻ പ്രാർത്ഥിച്ചാൽ മതി. എന്നിട്ട് ഇയാൾ മുട്ടുകുത്തി നിന്നു. ഈ സ്റ്റേജിലുള്ളൊരു പേഷ്യന്റ്.
ഞാൻ അയാളുടെ തലയിൽ എന്റെ 2 കൈയും വെച്ചു. കുനിഞ്ഞു നിന്നപ്പോ എന്റെ കണ്ണുകൾ തുളുമ്പി. ആ മനുഷ്യന്റെ ശിരസിൽ കണ്ണുനീർ ധാരമുറിയാതെ വീണത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആ കൈ വെച്ചിരിക്കുന്ന ഞാൻ 100 പ്രാവശ്യമെങ്കിലും ആവർത്തിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവമേ, ഈ മനുഷ്യനൊരു വിശ്വാസിയാണ്, ഈ മനുഷ്യന്റെ ഉള്ളിൽ വളരെ പോസിറ്റീവായ കുറെ ചിന്തകളുണ്ട്, ഈ മനുഷ്യൻ നിന്നെ രുചിച്ചറിഞ്ഞവനാണ്, ഇന്ന് നിനക്ക് വേണ്ടി ജീവിതം തന്നവനാണ്, നീ ഇയാളെ സൗഖ്യമാക്കണം, 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 സൗഖ്യമാക്കണം. ഇതൊരു വട്ടമല്ല, ഒരു 100 വട്ടമെങ്കിലും ഞാൻ പറഞ്ഞതാ. കണ്ണുനീരുകൊണ്ട് അയാളുടെ ശിരസ് കഴുകപ്പെട്ടതാ. കൈ പിൻവലിച്ചപ്പോ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഫാദർ, എന്നെ പറ്റിച്ചില്ലേ? എന്താക്കളെ, അച്ഛനോട് ഞാൻ പറഞ്ഞില്ലേ എന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. അങ്കിളെ, ഞാനല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഹേമിച്ചപ്പോ അങ്ങനെ പ്രാർത്ഥിച്ചു പോയതാണ്. എന്താ സംഭവിച്ചത്? 4 വർഷങ്ങൾ കഴിഞ്ഞു. 4th സ്റ്റേജിൽ വൈദ്യശാസ്ത്രം, മെഡിസിൻ ഇല്ലാതെ കൈവിട്ട പേഷ്യന്റ് ഇന്ന് ഓടി നടക്കുകയാണ്. അതേ രൂപത്തിൽ ഒരുപക്ഷെ ഇന്ന് അയാൾക്ക് ക്യാൻസർ ഉണ്ടാകില്ല.